നമ്മൾ പറയുന്ന ഓരോ വാക്കിനും തെളിവുണ്ട്. അഹ്ലുസുന്നത്തിന്റെ അഖീദക്ക് ഓരോന്നിനും തെളിവുണ്ട്. എവിടെയാണ് അള്ളാഹു ഉള്ളത് എന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തിന്റെ ഉത്തരമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ സ്ത്രീ വന്ന് പറഞ്ഞ ഉത്തരം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഉത്തരമാണത്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചില്ലേ ഐനല്ലാഹ്? സഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ആ അടിമ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഇസ്ലാമിന്റെ നേതാക്കളായി അറിയപ്പെടുന്ന പുരോഹിതന്മാർക്ക് അറിയാത്ത ഉത്തരം, ഇന്ന് ഈ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ഉത്തരം ആ അടിമ സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അവളതാ ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഫിസ്സമാ, അള്ളാഹു ഉപരിയിലാണ്, മുകളിലാണ്. അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. മുസ്ലിമീങ്ങൾ ഓതുന്ന സൂറത്തുൽ മുൽക്കിൽ അതാ അള്ളാഹു പറയുന്നു ആമിൻതും മൻ ഫിസ്സമാ അം അമിൻതും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അള്ളാഹു പറഞ്ഞ ആയത്താണത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തെളിവ്. അവർ പറയുന്നു അള്ളാഹു ഒരിക്കലും സൃഷ്ടികളോട് ചേർന്നുകൊണ്ടല്ല, സൃഷ്ടികളോട് അള്ളാഹു ചേർന്നുകൊണ്ടല്ല. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്ന മഹാനായ പണ്ഡിതൻ വ്യക്തമായി കിതാബുകളിൽ സലഫിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു ഫൗക സബ്അ സമാവാത്, ആ 7 ആകാശങ്ങൾക്ക് മുകളിലാണ് റബ്ബുള്ളത്. അലൽ അർശി ഇസ്തവാ, സിംഹാസനത്തിന് മുകളിൽ ആരോഹിതനാണ്. എന്താ അതിന്റെ തെളിവ്? ഖുർആനിലെ ആയത്താണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. തെളിവതാണ്. നീ പറഞ്ഞ വാദത്തിന് തെളിവെന്താ? എള്ളിൽ എണ്ണ പോലെ അള്ളാഹു എന്ന ഈ വൃത്തികേടിന് നിനക്കുള്ള തെളിവെന്താണ്? നമ്മൾ എന്താണോ പറയുന്നത് അത് അതുപോലെ ഖുർആനിലുണ്ട്. അതല്ലാത്തത് അള്ളാഹിനെ കുറിച്ച് അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാർ പറയില്ല. അള്ളാഹ് എവിടെ ഉണ്ട്? ഉപരിയിലുണ്ട്. തെളിവെന്താ? റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തെളിവെന്താ? ഖുർആൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. തെളിവെന്താ? സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ അത് അത് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കും. തെളിവെന്താ? ഖുർആനാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. തെളിവ് അവിടുന്നാണ്. എത്ര ഭംഗിയുണ്ടത്, എത്ര എളുപ്പമുണ്ടിത്. അള്ളാഹു അവതരിപ്പിച്ചെന്ന കിതാബ് അതുപോലെ എടുക്കുക, റസൂലുള്ളാഹിന്റെ ഹദീസ് അതുപോലെ എടുക്കുക. ഈ പറഞ്ഞ തോന്നിവാസങ്ങളോ ഓരോരുത്തരുടെയും തോന്നലുകളോ ചിന്തകളോ അല്ല ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഖുർആനും സുന്നത്തുമാണ്.